കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൻ്റെ കഴക്കൂട്ടം സംഘടനാ മണ്ഡലത്തിൻ്റെ അധ്യക്ഷ എന്ന ചുമതല ഏറ്റെടുത്ത് ഈ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുന്ന ശ്രീ സുനിൽ, വേദിയിൽ സന്നിഹിതനായിട്ടുള്ള പാർട്ടിയുടെ തിരുവനന്തപുരം സിറ്റി ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ കരമന ജയൻ, കഴിഞ്ഞ 5 വർഷക്കാലമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷനായിരുന്ന ശ്രീ വി വി രാജേഷ്, വേദിയിലുള്ള പാർട്ടിയുടെ നേതാക്കളായിട്ടുള്ള ശ്രീ കഴക്കൂട്ടം അനിൽ, ശ്രീ പൂങ്ങോട് വിക്രമൻ, ശ്രീ വിഷ്ണു, സനോജ്, സജി, നിശാന്ത്, വേദിയിലെങ്കിലും ചെമ്പഴത്തെ മറ്റ് നേതാക്കളെ, സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ സംഘടനാ പർവം എന്ന നിലയിൽ പാർട്ടിയുടെ ബൂത്ത് തലം തൊട്ട് ദേശീയ തലം വരെയുള്ള സംഘടനാ സംവിധാനത്തെ പുനഃസംഘടിപ്പിക്കുന്ന ഒരു പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ പ്രക്രിയയുടെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടം അസംബ്ലി മണ്ഡലത്തെ 2ആയി വിഭജിച്ചിട്ടുള്ള കഴക്കൂട്ടം സംഘടനാ മണ്ഡലവും ഉള്ളൂർ മണ്ഡലവും എന്നുള്ള നിലയിൽ കഴക്കൂട്ടം സംഘടനാ മണ്ഡലത്തിന്റെ അധ്യക്ഷനായി സുനിൽ തെരഞ്ഞെടുക്കപ്പെട്ട് ഇന്ന് ഔപചാരികമായി ചുമതലയേൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് വന്നിരിക്കുന്നത്. നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള ഒരു കാലഘട്ടത്തിലാണ് ഈ പുതിയ അധ്യക്ഷൻ ചുമതലയേൽക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണി ഏതാണ്ട് 20% വോട്ട് നേടിയിട്ടുള്ള മുന്നണിയായി മാറിക്കഴിഞ്ഞു. ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ കേരളത്തിൽ 18 ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചിട്ടുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള മുന്നണി ഭാരതീയ ജനതാ പാർട്ടിയും CPM നേതൃത്വത്തിലുള്ള മുന്നണിയും ഓരോ സീറ്റിൽ വിജയിച്ചിട്ടുള്ള മുന്നണിയുമാണ് ഇന്നുള്ളത്. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പിലെ ഫലത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണിയും CPM നേതൃത്വം നൽകുന്ന മുന്നണിയും തുല്യ ശക്തികളാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ. അതിനുശേഷം കഴിഞ്ഞ 6-7 മാസക്കാലമായിട്ട് കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ, ആ മാറ്റങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ടുള്ള രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന CPM നേതൃത്വത്തിലുള്ള മുന്നണി സംസ്ഥാനത്തും കോർപ്പറേഷനിലും ജനങ്ങളുടെ മുഴുവൻ തന്നെ ശക്തമായിട്ടുള്ള എതിർപ്പിനും വിമർശനത്തിനും കാരണമായിട്ടുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ജനങ്ങൾക്ക് ഈ ഭരണത്തിൽ, അത് കോർപ്പറേഷനിലാണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും, ഈ ഭരണത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. ഒരു കാലത്ത് ജനങ്ങൾക്ക് എതിർപ്പുണ്ടാകുമ്പോഴും പകരം എന്ത്, ബദൽ സംവിധാനം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ആശയക്കുഴപ്പമുണ്ടായിരുന്നു, വ്യക്തതയില്ലായ്മയുണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, ഒരു വാക്കുണ്ട്, ടീന, there is no alternative.
ആ ടീന ഫാക്ടർ കാരണം ഭരിക്കുന്നവർ തുടർന്ന് ഭരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഭരിക്കുന്നവർ മാറിയാൽ പകരം ആര് വരും എന്നുള്ളത് മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സാഹചര്യം. കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് മാറുമ്പോൾ CPM ഭരണത്തിൽ വരിക, CPM ഭരണത്തിൽ നിന്ന് മാറുമ്പോൾ കോൺഗ്രസ് ഭരണത്തിൽ വരിക. പക്ഷേ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 2 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ ഒരേപോലെ ശക്തി നിലനിർത്താൻ സാധിച്ചിട്ടുള്ള പാർട്ടിയും മുന്നണിയുമാണ് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന മുന്നണി. കഴിഞ്ഞ വർഷവും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അതിനുശേഷം 2015-ലും 20-ലും 34-35 സീറ്റുകൾ നേടാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള മുന്നണിക്ക് സാധിച്ചു. കേരളത്തിന് പുറത്തുള്ള പല ആളുകളോടും സംസാരിക്കുമ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആകെയുള്ള 100 സീറ്റുകളിൽ 35 സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി തുടർച്ചയായി 2 തെരഞ്ഞെടുപ്പുകളിൽ നേടി എന്നുള്ളത് എല്ലാവരും വളരെ അത്ഭുതത്തോടുകൂടി കാണുന്ന ഒരു റിസൾട്ടാണ്. ഇന്ന് ആ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം ജനങ്ങളുടെ മനസ്സിലുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നേരിട്ടത്. പക്ഷെ ഫലം വന്നപ്പോ നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സീറ്റുകൾ നിലനിർത്താൻ മാത്രമേ സാധിച്ചു. ചില സീറ്റുകൾ, ഒരു സീറ്റ് ജയിച്ച സീറ്റ് തോറ്റിട്ടുണ്ടാവും, പകരം വേറെ സീറ്റ് പുതുതായിട്ട് ജയിച്ചു. ആകെ സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വ്യത്യാസം വന്നില്ല. ഞാൻ മുഴുവൻ കോർപ്പറേഷൻ കഴിയാണ് കഴക്കൂട്ടം മണ്ഡലം എന്നുള്ള അർത്ഥത്തിലല്ല. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കാതിരിക്കണമെങ്കിൽ, ജനങ്ങളുടെ പ്രതീക്ഷ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിപ്പിക്കണമെങ്കിൽ ഇനി വരാൻ പോകുന്ന 7-8 മാസക്കാലം, കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം 7-8 മാസക്കാലം, നിയമസഭയെ സംബന്ധിച്ചിടത്തോളം വരാൻ പോകുന്ന 1 വർഷക്കാലം, ആ 1 വർഷക്കാലം വളരെ നിർണായകമാണ്. കേരളത്തിൽ തിരുവനന്തപുരത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ 2 മുന്നണികളെ മാത്രമല്ല നേരിടുന്നത്. ആ മുന്നണികൾ 2ആയിട്ട് പ്രത്യേകം മത്സരിക്കുമ്പോഴും ആ 2 മുന്നണികളും ഒരുമിച്ച് ചേർന്നിട്ടുള്ള ഒരു സംവിധാനം മറ്റ് തെരഞ്ഞെടുപ്പല്ലാത്ത മേഖലകളിൽ നമുക്കെതിരായിട്ട് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. ഉദാഹരണത്തിന് മിനിയാന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി ശ്രീമതി നിർമ്മല സീതാരാമൻ ബജറ്റ് അവതരിപ്പിച്ചു. ഒരു ധനകാര്യമന്ത്രി 8ാമത്തെ ബജറ്റ് എന്നുള്ള നിലയിൽ നിർമ്മല സീതാരാമന്റെ 8ാമത്തെ ബജറ്റായിരുന്നു. ഈ വർഷത്തെ ബജറ്റ് അവതരണം കഴിഞ്ഞപ്പോ ഡൽഹിയിൽ ചില മാധ്യമ പ്രവർത്തകർ എന്നോട് പറഞ്ഞത്, പ്രതിപക്ഷത്തിന് കുറെ നേരത്തേക്ക് ശബ്ദമില്ലാതായിപ്പോയി. കാരണം എന്ത് പറഞ്ഞ് വിമർശിക്കണം എന്നടക്കം അവർക്കൊരു ആശയക്കുഴപ്പവും സംശയമായി. മാധ്യമങ്ങളുടെ മുന്നിൽ വന്ന് വിമർശനമൊക്കെ നടത്തിയെങ്കിലും സ്വകാര്യമായിട്ട് അവർ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞു, ഈ ബജറ്റിനെ പറ്റിയിട്ട് വാസ്തവത്തിൽ വിമർശിക്കണമെങ്കിൽ അത്ര എളുപ്പമല്ല. ബജറ്റിലുള്ള വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകുന്നില്ല, അതിന് ധാരാളം സമയമുണ്ട്. ഞാൻ അതിന്റെ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. കഴിഞ്ഞ 10 വർഷക്കാലം, അതായത് നരേന്ദ്രമോദി സർക്കാരിന്റെ 10 വർഷക്കാലത്തെ UPA സർക്കാരിന്റെ കീഴിൽ അഥവാ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള 10 വർഷമായിട്ട് താരതമ്യം ചെയ്താൽ
ഏറ്റവും എളുപ്പത്തിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഉദാഹരണം, കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിന് കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന നികുതിയുടെ ഒരംശം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നുണ്ട്. എല്ലാ വർഷവും 3 മാസത്തിലൊരിക്കലാണ് അത് നൽകുന്നത്. GST ഇനത്തിൽ കിട്ടുന്ന നികുതിയിൽ നിന്നൊരംശം സംസ്ഥാനത്തിന്റെ ധനക്കമ്മി നികത്താൻ വേണ്ടി നൽകുന്ന സഹായം. ഈ രീതിയിൽ നൽകുന്ന സഹായം ഡെവല്യൂഷൻ എന്നാണ് അതിന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിന്റെ കിട്ടുന്ന വരുമാനത്തെ സംസ്ഥാനവുമായിട്ട് പങ്കുവയ്ക്കുക. ആ പങ്കുവെക്കുന്ന കണക്കെടുത്ത് നോക്കിയാൽ UPA സർക്കാരിന്റെ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് കിട്ടിയത് 46,000 കോടി രൂപയാണ്. 10 വർഷക്കാലത്തിനിടയിൽ. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് കിട്ടിയത് 1,57,000 കോടി രൂപയാണ്. എന്ന് പറഞ്ഞാൽ UPA സർക്കാർ നൽകിയ നമ്മൾ 47,000 രൂപയ്ക്ക് 50,000 കോടി എന്ന് കണക്കാക്കിയാണ്. നരേന്ദ്രമോദി സർക്കാർ നൽകിയത് 1.5 ലക്ഷം കോടിയാണെന്ന് കണക്കാക്കുക. 3 ഇരട്ടി വർധനവാണ് കേരളത്തിന് നൽകിയിട്ടുള്ള സഹായത്തിന്റെ കാര്യത്തിൽ. അത് വേണമെങ്കിൽ കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും പറയും അത് സഹായമല്ല, ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, ഒക്കെ ശരിയായിരിക്കും. ആ അവകാശപ്പെട്ടത് കേന്ദ്ര സർക്കാരിൽ നിന്ന് നൽകിയ കാര്യത്തിൽ കേരളത്തിന് 50,000 അന്ന് കിട്ടിയെങ്കിൽ ഇന്ന് കിട്ടിയത് 10 കൊല്ലം കൊണ്ട് 1,50,000 എന്ന് പറഞ്ഞാൽ 3 ഇരട്ടി. കേരളത്തിൽ ഈ ബജറ്റ് വന്നപ്പോ മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്ന അഥവാ മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ അവരെ പിന്തുണക്കുന്ന ഒരു എക്കോസിസ്റ്റം, അതിൽ ധാരാളം മാധ്യമ പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട്, മാധ്യമ സ്ഥാപനങ്ങളുണ്ട്, ഓൺലൈൻ ചാനലുകളുണ്ട്, മെയിൻ സ്ട്രീം ഇലക്ട്രോണിക് മാധ്യമങ്ങളുണ്ട്. ഇവരെല്ലാവരും കൂടി കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലേക്ക് നൽകിയ ചിത്രം, ബജറ്റ് കഴിഞ്ഞപ്പോൾ നൽകിയ ചിത്രം, കേരളത്തിന് കിട്ടേണ്ടതൊന്നും കിട്ടിയില്ല. ഞാൻ വാർത്ത കണ്ടില്ല, പക്ഷേ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ T. പത്മനാഭൻ, അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയോ പ്രതികരണമോ ഒക്കെ ആയിട്ട് കണ്ടു, കേരളം ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. ബജറ്റ് വന്നപ്പോ എനിക്ക് എന്റെ സംശയം വന്നത് അതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ കേരളത്തോട് അവഗണന കാണിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത് എന്നുള്ള തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പ്രചരണം, അത് ഏത് അവസരം വന്നാലും അത് പ്രചരിപ്പിക്കുന്ന ഒരു സ്ഥിതി, ആ സ്ഥിതിയാണ് ഇവരുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റിന്റെ പേരിൽ വിമർശിക്കാൻ കഴിയാതെ വരുമ്പോ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട്, മാധ്യമ പ്രവർത്തകരെ ഉപയോഗിച്ചുകൊണ്ട്, പകരം ഓൺലൈൻ ചാനലുകളെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് പിന്തുണയുമായിട്ട് ഒരുപക്ഷെ ബജറ്റ് എന്താണ് എങ്ങനെയാണ് എന്ന് മനസ്സിലാകാത്ത ആളുകളെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നരേന്ദ്രമോദി കേരളത്തോട് അവഗണന കാണിക്കുന്നു. നമ്മൾ ഓരോ വകുപ്പിന്റെയും കണക്കെടുത്ത് പരിശോധിച്ചാൽ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുള്ള പണം പോലും കൃത്യമായിട്ട് ചെലവഴിക്കുകയോ ചെലവഴിച്ചതിന് ശേഷം കണക്ക് നൽകുകയോ ചെയ്യാത്ത ആളുകൾ ബജറ്റിൽ കേരളത്തെ അവഗണിച്ചു എന്ന് പറഞ്ഞുള്ള ഒരു പ്രചരണം, വസ്തുതകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത പ്രചരണം, ഈ പ്രചരണം അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും നമുക്കെല്ലാവർക്കും ഒക്കെ ജനങ്ങളിടയിൽ വരും ദിവസങ്ങളിൽ പ്രവർത്തിക്കണം. അങ്ങനെ പ്രവർത്തിക്കണമെങ്കിൽ വസ്തുത എന്താണ്, യാഥാർത്ഥ്യം എന്താണ്, കേന്ദ്ര സർക്കാർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഈ കാര്യങ്ങൾ വിശദീകരിക്കാൻ, ജനങ്ങളുടെ ഇടയിൽ പോയി വിശദീകരിക്കാൻ
ഞാൻ ഇന്നലെ ഒരു സഞ്ചയനത്തിന് പോയപ്പോ വിദ്യാസമ്പന്നനായിട്ട് ഒരാൾ, റിട്ടയർഡ് സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ആയിരുന്നു, അദ്ദേഹം എന്നോട് പറഞ്ഞത്, കണ്ടില്ലല്ലോ, കുറെ കാലമായിട്ട് കാണാറില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ തന്നെ ഇടയ്ക്ക് യാത്രയൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കാണാറ്. അപ്പൊ പറഞ്ഞു, ബജറ്റ് എന്താ സംഭവിക്കുന്നത്, കേരളത്തിൽ കിട്ടേണ്ടതൊന്നും കിട്ടിയില്ലല്ലോ. ബി ജെ പിയോട് എതിർപ്പുള്ള ആളൊന്നുമല്ല, ബി ജെ പിയോട് ഒരു എതിർപ്പും ഇല്ലാത്ത ഒരാളാണ്. ഇത് എന്നോട് ചോദിക്കുന്നത് പോലെ നിങ്ങളോടും, നിങ്ങളിൽ ഓരോരുത്തരോടും രാഷ്ട്രീയ വേദികളിലല്ല, അല്ലാത്ത വേദികളിൽ, മരണ വീടുകളിൽ, കല്യാണ വീടുകളിൽ, വിവാഹ ജന്മദിന ആഘോഷത്തിനിടയിൽ, അതുപോലെയുള്ള സാമൂഹ്യ വേദികളിൽ, ഈ വേദികളിലൊക്കെ ആളുകൾ പല രൂപത്തിൽ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ മറുപടി പറയാൻ, നമ്മുടെ കയ്യിൽ വസ്തുതകൾ ഇല്ല എന്നിരിക്കട്ടെ, ആളുകളെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വസ്തുതകൾ ഇല്ലെങ്കിൽ നമുക്ക് ജനങ്ങളുടെ മനസ്സിൽ മറ്റുള്ളവർ സൃഷ്ടിച്ചിട്ടുള്ള പുകമറ, ആ പുകമറ മാറ്റാൻ നമുക്ക് കഴിയും. ആ പുകമറ മാറ്റാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മൾ വസ്തുതകളുമായിട്ടായിരിക്കണം ഇറങ്ങേണ്ടത് ജനങ്ങളുടെയും. നിങ്ങൾ ഈ അടുത്ത ദിവസം, കുറച്ചു കാലം മുമ്പ് നിങ്ങളൊരു വാർത്ത കണ്ടിട്ടുണ്ടാവും. തിരുവനന്തപുരത്തിന്റെ മേയർക്ക് സുസ്ഥിര വികസനത്തിനുള്ള അന്താരാഷ്ട്ര അവാർഡ് കിട്ടുന്നു. അത് സ്വീകരിക്കാൻ വിദേശത്തെ ഏതോ ഒരു രാജ്യത്തേക്ക് ഈ മേയർ പോകുന്നതിന്റെ സോഷ്യൽ മീഡിയ ചിത്രങ്ങൾ. കേരള സർക്കാരിനെ ഇന്ത്യയിലെ ഏറ്റവും നല്ല സംസ്ഥാനമായിട്ട് അംഗീകരിച്ചു എന്നുള്ളതിന്റെ വാർത്തകൾ, വ്യവസായ സൗഹൃദ സംസ്ഥാനമായിട്ട് അംഗീകരിച്ചു എന്നുള്ള വാർത്ത കുറച്ചു കാലം മുമ്പ് വന്നിരുന്നു. വരും ദിവസങ്ങളിൽ അതിന് കൂടുതൽ സജീവമായിട്ട് വരും. യാഥാർത്ഥ്യവുമായിട്ട് കുലബന്ധമില്ലാത്ത വാർത്തകളെ. പക്ഷേ ഈ വാർത്തകൾ നമ്മൾ സജീവ പ്രവർത്തകരായിട്ടുള്ള ആളുകള്, നമുക്കറിയാം പോകുന്ന വഴിയിലുള്ള റോഡ് എന്താണ്, പോകുന്ന വഴിയിലുള്ള ആ വഴിയിൽ ശുദ്ധജല വിതരണത്തിന്റെ സാഹചര്യം എന്താണ്, അവിടെ വൈദ്യുതിയുടെ സ്ഥിതി എന്താണ്, ഈ മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം നമുക്കറിയുന്നത് കൊണ്ട് നമുക്ക് ഈ പ്രചരണം നമ്മളെ ബാധിക്കണം എന്നില്ല. പക്ഷേ സാധാരണക്കാരൻ തുടർച്ചയായിട്ട് ഈ തരത്തിലുള്ള വാർത്തകൾ വരുമ്പോ സാധാരണക്കാരൻ അതാണോ വസ്തുത എന്ന് ഒരു നിമിഷം സംശയിക്കും. ഇന്നത്തെ കാലഘട്ടത്തെ കുറിച്ച് പറയുന്നത് പോസ്റ്റ് ട്രൂത്ത് സൊസൈറ്റി എന്നാണ്. സത്യാനന്തര കാലം. സത്യാനന്തര കാലത്തിന്റെ പ്രത്യേകത സമ്പൂർണമായിട്ടുള്ള അസത്യങ്ങൾ തുടരെ പ്രചരിപ്പിച്ചുകൊണ്ട് ആ പ്രചരണത്തിലൂടെ സത്യത്തെ മറച്ചുവെക്കുക, സത്യവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തുടരെ പ്രചരിപ്പിച്ചുകൊണ്ട് വസ്തുതകളെ മറച്ചുവെക്കുക. സാധാരണക്കാരനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ തരത്തിലുള്ള പ്രചരണങ്ങൾ ഇനി വരാൻ പോകുന്ന ഒരു വർഷക്കാലം അത് വളരെ ശക്തമായിട്ട് നടക്കും. അതിനു വേണ്ടിയിട്ട് മാർക്സിസ്റ്റ് പാർട്ടിയും കേരള ഗവൺമെന്റും സർക്കാരിന്റെ PRDക്ക് പുറമെ, പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റിന് പുറമെ കോൺട്രാക്ട് കൊടുത്ത് ആളുകളെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് ആ വ്യാജ വാർത്തകൾ ജനങ്ങളുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഇതിനെ പ്രതിരോധിക്കണമെങ്കിൽ ഒരു മെയിൻ സ്ട്രീം മീഡിയ അടക്കം ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആ കാര്യത്തിൽ കോൺഗ്രസ് CPM ഒരുമിച്ചാണ്, ഒറ്റക്കെട്ടാണ്. ആ ഒരുമിച്ച് നടത്തുന്ന പ്രചരണം, ആ പ്രചരണത്തെ പ്രതിരോധിക്കണമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ വൈകാരികമായി ഭാരതീയ ജനതാ പാർട്ടിയോടൊപ്പം നിന്നാൽ പോരാ, വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളുടെ ആയുധം കൂടി നമ്മുടെ കയ്യിലുണ്ടാകും. നമ്മൾ നമ്മുടെ ക്ഷേത്രങ്ങളുടെ സംരക്ഷണം, നമ്മുടെ ആചാരങ്ങളുടെ സംരക്ഷണം, നമ്മുടെ പാരമ്പര്യത്തിന്റെ സംരക്ഷണം, നമ്മുടെ ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും സംരക്ഷണം, ഈ തരത്തിലുള്ള വൈകാരിക വിഷയങ്ങളോടൊപ്പം വസ്തുതകളുടെ ആയുധം കൂടി നമ്മുടെ കയ്യിലില്ലെങ്കിൽ എതിർവശത്ത് നിന്ന് നടക്കുന്ന പ്രചരണത്തെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കാതെ വരും. അതിന് പാർട്ടിയുടെ സംഘടനാ സംവിധാനം കുറെ കൂടി ശക്തിപ്പെടുത്തിയാൽ മാത്രമേ
ഈ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ആ വസ്തുതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുള്ളൂ. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളിടയിലേക്കും നമുക്ക് ഈ പ്രചരണത്തെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. യുവാക്കളുടെ ഇടയിൽ, സ്ത്രീകളുടെ ഇടയിൽ, വിവിധ ജനവിഭാഗങ്ങളുടെ ഇടയിൽ, കച്ചവടക്കാരുടെ ഇടയിൽ, മറ്റ് തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ ഇടയിൽ, അങ്ങനെ വിവിധ വിഭാഗം ജനങ്ങൾ, ആ ജനങ്ങളുടെ ഈ വസ്തുതകൾ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള സംഘടനാ സംവിധാനം സൃഷ്ടിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം, ആ പരിശ്രമം അത് നമ്മുടെ ഓരോ ബൂത്തിലും ഓരോ വീട്ടിലും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം ഉണ്ടാകും. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ തലത്തിൽ തന്നെ വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ, ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ശ്രീ അമിത്ഷാജി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഏതാണ്ട് ഒരു വർഷം മുമ്പ് 2024 മെയ് മാസത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നത്. എന്റെ ഓർമ്മ 2023 ജനുവരിയിലോ ഫെബ്രുവരിയിലോ മറ്റോ തൃശ്ശൂരില് വന്നപ്പോ തൃശ്ശൂർ ജില്ലയിലെ സംഘടനാ പ്രവർത്തകരുടെ യോഗത്തെ അഭിസംബോധന ചെയ്തു. മണ്ഡലം പ്രസിഡന്റുമാര്, ജനറൽ സെക്രട്ടറിമാര്, അങ്ങനെയുള്ള ആൾക്കാരുടെ യോഗം. അദ്ദേഹം അന്ന് ആ മണ്ഡലത്തിലെ, ആ ജില്ലയിലെ ആൾക്കാരോട് പറഞ്ഞു, ബൂത്ത് തലത്തിൽ ചെയ്യേണ്ട ജോലികൾ, ഓരോ ബൂത്തിലും BJPക്ക് വോട്ട് ചെയ്യുന്നവർ ആരൊക്കെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അവരുടെ പട്ടിക തയ്യാറാക്കൽ, അവരുമായിട്ട് നിരന്തരം ബന്ധമുണ്ടാക്കൽ, അതിനപ്പുറത്തുള്ള ജനങ്ങളുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം. അദ്ദേഹം ആ മീറ്റിംഗിന്റെ അവസാനം പറഞ്ഞു, ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കും. 2024 മെയ് മാസത്തിൽ ശ്രീ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ചത്, സുരേഷ് ഗോപിക്ക് വ്യക്തിപരമായിട്ട് കിട്ടിയിട്ടുള്ള വോട്ടുകൾ കുറെ ഉണ്ടാവും. പക്ഷേ അതോടൊപ്പം സംഘടനാ തലത്തിൽ നടത്തിയിട്ടുള്ള തയ്യാറെടുപ്പ്, ആ തയ്യാറെടുപ്പിന്റെ കൂടി ഫലമായിട്ടാണ് തൃശ്ശൂരിൽ നെല്ലിയ വിജയം. അതുകൊണ്ട് വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അഥവാ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ഈ കഴക്കൂട്ടം ഉൾപ്പെടുന്ന പ്രദേശമായിട്ടുള്ള തിരുവനന്തപുരത്തെ നഗരസഭാ പരിധിയിൽ 70ഓളം വാർഡുകളിൽ നമ്മൾ ഒന്നാം സ്ഥാനത്തായിരുന്നു. 70ഓളം വാർഡുകളിൽ ഒന്നാം സ്ഥാനത്ത് വരുന്ന ഭാരതീയ ജനതാ പാർട്ടിക്ക് അടുത്ത കോർപ്പറേഷൻ ഭരണം ആരായിരിക്കും നിയന്ത്രിക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. പക്ഷെ അത് പ്രാവർത്തികമാകണമെങ്കിൽ ഈ പറഞ്ഞ വെല്ലുവിളികളെ നേരിടാനുള്ള സംവിധാനം ഉണ്ടാകണം. അതോടൊപ്പം ഇതിനെ നിലനിർത്താൻ ലോക്സഭയിൽ കിട്ടിയിട്ടുള്ള വോട്ട് കോർപ്പറേഷനിലും നിയമസഭയിലും നിലനിർത്താൻ അതിനു വേണ്ടിയിട്ടുള്ള സംഘടനാ സംവിധാനം ഉണ്ടാകും. അപ്പൊ ആ സംഘടനാ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു വെല്ലുവിളി, ആ വലിയൊരു വെല്ലുവിളിയാണ് നമ്മുടെ മുന്നിലുള്ളത്. ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ കഴക്കൂട്ടം മണ്ഡലത്തിലെ പ്രവർത്തക നിരക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, അതിന് നേതൃത്വം നൽകാൻ പുതിയ സംഘടനാ നേതൃത്വത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.